നിങ്ങളുടെ ഫേവറേറ്റ് മീൻ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ദേ ഈ സാധനം കേട്ടോ, പാരമീൻ. പാരമീനും കപ്പ ഇളക്കിയതും ഉണ്ടെങ്കിൽ കുറച്ച് ചോറും വേണം കേട്ടോ. നല്ല ഉടങ്കല്ലി മുളകൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ചങ്ങോട്ട് വയ്ക്കണം, എന്നിട്ട് ഒരു പിടിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയോ. പക്ഷേ ഈ പാര ഏട്ടനൊന്നും ഇഷ്ടമല്ല. അതെന്താണ് അങ്ങനെയും ചോദിച്ചാൽ എനിക്കറിയില്ല. കുറേ ദിവസമായിട്ട് ഞാൻ ഈ പാരമീനിന് കൊതി പറയുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഏട്ടൻ പാരമീൻ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതിഗംഭീരമായിട്ട് ഞാൻ പാരമീൻ വെക്കാൻ പോവുകയാണ്. ഞാൻ എത്ര ഇനി വെച്ചാലും എൻ്റെ അമ്മയൊന്നും വെക്കുന്ന ആ ഒരു രുചി കിട്ടത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ അത്ര വലിയ മീനല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ തന്നെ വെക്കാമെന്ന് കരുതി. എങ്കിലും ഞാൻ ഭയങ്കര ആത്മാർത്ഥതയോടെ വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല മീൻകറി ആയിരുന്നു ഇന്നത്തെ മീൻകറി. നമ്മൾ ഈ ട്രിവാൻഡ്രംകാർ വെക്കുന്നൊരു സ്റ്റൈലുണ്ട്, തേങ്ങയൊക്കെ അരച്ച് മല്ലിമുളകൊക്കെ വറുത്ത് മുരിങ്ങക്കായൊക്കെ ഇട്ട് വയ്ക്കുന്നൊരു കറിയുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക രുചിയാണ്. പക്ഷെ അത് കോട്ടയം അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് വന്നാൽ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് പേഴ്സണലി കോട്ടയം മീൻകറിയൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഈ തേങ്ങയൊക്കെ അരച്ച് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ശീലിച്ചതുപോലെ ഇരിക്കും. കോട്ടയംകാർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് കോട്ടയം മീൻകറിയും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടമാണ്, എങ്കിലും അത്രയും സ്വാദോടു കൂടി കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കണം കേട്ടോ. അങ്ങനെ കപ്പയും മീൻകറിയാണ് ഇന്നത്തെ ഉച്ച ഊണിനുള്ള സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. കപ്പയും മീനും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഞാനൊന്നും വയ്ക്കത്തില്ല. വേറെ ആർക്കും വേറെ ഒന്നും വേണ്ട കേട്ടോ. വേറെ ആർക്കും ഉണ്ടെങ്കിൽ നമ്മൾ 3 പേരേ ഉള്ളൂ. കപ്പയും മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വെജിറ്റബിൾ കറിയോട് ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് കപ്പയും മീൻകറിയും മാത്രമേ വെക്കുള്ളൂ. കപ്പ നന്നായിട്ട് ഇളക്കിയെടുത്ത്, കപ്പയാണെങ്കിൽ മീനിനെ കാട്ടി സൂപ്പർ കപ്പ കേട്ടോ. നല്ല തിളയ്ക്കുന്നതിന് മുന്നേ വെന്ത് അത് കഴിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക സ്വാദുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പയും ഇളക്കി മീൻകറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടന് ഈ 2 സാധനങ്ങളും ഇഷ്ടമല്ല. കപ്പ ഇഷ്ടമാണ്, പക്ഷെ പുഴുങ്ങുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ കറി വയ്ക്കുന്ന കപ്പ ഇഷ്ടമേ അല്ല. പക്ഷേ ഇന്ന് നല്ല കിടിലം പാര മീൻ കിട്ടിയത് കൊണ്ട് എൻ്റെ ഇഷ്ടത്തിനാണ് വയ്ക്കുന്നത്. ഏട്ടന് പാര മീനും ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഇന്ന് പാരമീനും ഇങ്ങനെ കപ്പ ഇളക്കിയത് നോക്കി വെന്ത ഉടങ്ങിയ കപ്പ. ഏട്ടന് അഥവാ കപ്പ ഇളക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉടയുന്ന കപ്പ ഇഷ്ടമല്ല, ഇങ്ങനെ വേറെ വേറെ ഇരിക്കുന്ന കപ്പയാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ നേരെ മറിച്ച് ഇങ്ങനെ വെന്ത് കുഴങ്ങിയിരിക്കുന്ന കപ്പയും ഇതുപോലത്തെ തേങ്ങ അരച്ച് വെച്ച പാരമീൻകറി അല്ലെങ്കിൽ ചൂര മീൻകറിയും വേണം കേട്ടോ. പൊതുവേ എനിക്ക് തല ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല, പക്ഷേ ഇവിടെ തലയ്ക്ക് അവകാശികളില്ലാത്തത് കൊണ്ട് ഇന്ന് ആ പാരമീൻ്റെ തല ഞാനിങ്ങെടുത്തു. എന്നിട്ട് കുറച്ച് ചോറും കുറച്ച് മരിച്ചിനിയും ഒരു ഉടങ്കല്ലി മുളകിൻ്റെ പീസും കൂടെ ഇട്ട് ഇങ്ങനെ ഞവട്ടി കുറച്ച് മീനിൻ്റെ പീസും കൂടെ എടുത്ത് ഉരുട്ടി ഇങ്ങനെ കഴിക്കണം കേട്ടോ. എനിക്ക് കറി കൂടുതൽ വേണം കേട്ടോ. അത് ഇപ്പോഴും എൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്നു. എന്താ സ്വാദെന്നറിയോ, അടിപൊളി. കുറേ ദിവസമായിട്ട് ഇങ്ങനെ മീൻകറിയും കപ്പയൊക്കെ കൂട്ടി കഴിച്ചിട്ട് അങ്ങനെ കുത്തി പിടിച്ചിരുന്നപ്പോഴാണ് കിട്ടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട്. സാധാരണ ഞാൻ വയ്ക്കുന്ന മീൻകറി അത്ര രുചി ഉണ്ടാവാറില്ല. ഇന്നത്തെ മീൻകറിയും കൊള്ളായിരുന്നു, കപ്പയും കൊള്ളായിരുന്നു, എല്ലാം സൂപ്പർ.